കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരും കാണും എന്താ വെച്ചാൽ ഫുട്ബോൾ ലീഗോ അങ്ങനെ എന്തൊരാണ്. അപ്പം നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത് ഓൾറെഡി കളിച്ചായിരുന്നു. നമുക്ക് ഓക്കെ കൊടുക്കാം. സോറി മാൻ. നമുക്ക് നമുക്ക് ക്രിയേറ്റ് യുവർ ഓൺ ടീം. ഇന്ത്യ മാറ്റാൻ പറ്റും. ഞാനൊരു യൂറോപ്പി അതല്ല, നോർത്ത് ആഫ്രിക്ക അല്ലേ. അവിടെ പോയി കിടക്കുന്ന ഗൈസ്. ആഷ്യല്ല, ആഷ്യയിലാണ് ഇന്ത്യ. സൗത്ത് അമേരിക്ക. നമ്മൾ സാധനം കിട്ടിപ്പോടാ. അർജൻറ്റീന മോനെ. ഇതിനാണ് ഞാൻ തപ്പിയത്. ബ്രിത്താൻ്റെ വെള്ള ഡ്രസ്സല്ലേ. ഇവരെ ഇന്ത്യ കൊടുക്കുക. ഓക്കെ ശരിയല്ലേ. ഇവൻ്റെ ഡ്രസ്സ് ബ്ലാക്ക് വെള്ളയാണ് നല്ല. എൻ്റെ വേറെ ഡ്രസ്സ് ഇതാ വെള്ള. അപ്പം നമുക്ക് ബ്ലാക്ക് എടുക്കാം. Come on guys. നേരെ നമുക്ക് ടീം. മെസ്സി എവിടെ? മെസ്സിൻ്റെ അവിടെ മെസ്സിനെ കാണുന്നില്ല. മെസ്സിയുടെ മെസ്സി ഇല്ല. പ്ലെയർ അടി മെസ്സി ഇല്ലല്ലോ. മഞ്ഞുണ്ടാ? ബ്ലാക്ക് അല്ല നമ്മൾ കൊടുത്ത ടീം. കർജ് കൊടുക്കണ്ട, ഇങ്ങനെ കൊടുക്കാം. ഇതാണ് കറക്റ്റ് പേര്. യാടാ മോനെ. ഇനി അടുത്ത ഇതേലാ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. സെറ്റ് ഓക്കെ. മാങ്ങാണ്ടി ലൊട്ട. ഓക്കെ സെറ്റ്. നമുക്ക് ബട്ട് നമുക്കൊരു കാര്യം പറയാണ്ട്. ഇതിൽ മെസ്സിയെ കാണാനില്ല. ഇതാ ഈ മരം കൊണ്ടാണ് ഞാൻ കണ്ടില്ല. മെഷീൻ്റെ സ്പെല്ലിങ് നോക്കി. ഒറിജിനൽ ഫുട്ബോളിൻ്റെ ഇതിൽ ഇങ്ങനത്തെ തെറ്റുകളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഡിക്റ്റോ CR വെച്ചിട്ട് എൻ്റെ മോറ് എടുക്കും. അതൊക്കെ എല്ലാം അറിയാം. ഞാൻ കളിച്ചാണല്ലോ എന്ന് വെച്ചാൽ വലിയ പ്രോ ഒന്നുമില്ല. അത് വിചാരിച്ച് നിങ്ങൾ കാണാൻ വരണ്ട. ഓക്കെ നിങ്ങളെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പോ മാങ്ങ. ഇന്ത്യ എവിടെ മെസ്സിയുടെ കാട്ടുപന്നി. ബസ് ഓടിക്കോ. സെറ്റ് മോനെ. എടാ ഇന്ത്യ തന്നെ. എടാ ഞാൻ പെട്ടെന്ന് നല്ല മൊണ്ണയായിപ്പോയി. ഓക്കെ ഫുൾ പാസ് കൊടുക്കും. ഓക്കെ മെസ്സി പാസ്. മോനെ. എൻ്റെ അളിയ മോറയാണോ? എടാ അനക്കൊന്ന് അങ്ങോട്ട് പോണായിരുന്നു. പാസ്. എൻ്റെ അമ്മ മുഞ്ചിയായിരുന്നേന്. തൊട്ട് തോട്ടിട്ടാ പണി കിട്ടൂല. എടാ ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ലിക്രോണ്ടി പാടുന്ന്. എടാ എടുക്ക. ഓറാണ് എറിയണ്ട്. എടുക്ക. എടാ ബോൾ എടുക്കാൻ പറ്റുന്നില്ല. എടാ ഏത് നല്ല മരം മൊണ്ണയായിപ്പോയി കളിക്കാൻ വന്ന്.
നല്ല ഈസിയാണ് ഗൈസ്. നല്ല ഈസി ഒന്നല്ല, ഞാനിങ്ങനെ പരക്കനെ കളിക്കും ഗൈസ്. അപ്പോൾ എനിക്ക് ഒരിക്കലും അവർക്ക് എൻ്റെ ബോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ പരക്കനെ കളിക്കും. പാസ്. ഇനി നമ്മൾ തോട്ട് കൊടുക്കാം. ഫുൾ തോട്ട്. എടാ എന്ത് വാങ്ങ എൻ്റെ ഈ അണ്ണാച്ചി എന്ത് തോട്ടാ കൊടുത്തേക്കത്. എടാ പറ്റില്ല. ഏത് കേട്ടറ വരുന്നേന്ന് തിരിയില്ല. അത് തിരിയാണ്ട് ഞാൻ നല്ല മണ്ണ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പാസ്, ലോങ് പാസ്. ഒരുത്തൻ്റെ ആയാലും ബോളെത്തിക്കില്ലേ. എടാ എന്തൊരു ഇത്. ട്രാക്കിൽ ഓൻ ഞാൻ ട്രാക്കിൽ ചെയ്ത് വിടും. ലോങ് പാസ്. എടാ ഓക്കെ, ഞാൻ വലിയ ഫുട്ബോൾ കളിക്കാരനൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ ഷോ കാണിക്കുന്നതെന്ന് പറയണ്ട. എടാ പാസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ കയ്യിലും ബോളെത്തത്തില്ല. യെസ്. കമോൺ. എന്ത് പണ്ടാരം പിടിച്ച കളിയായി ഇത്. എടാ എൻ്റെ അളിയാ പാസ്. എടാ ഈ കളി വിട്ടുകൊടുക്കരുത്. ഞാൻ വിട്ടുകൊടുക്കൂല. ഇനി ഒരു ഗോളം അടിച്ചിട്ടേ പോകും മാങ്ങ. ഞാൻ ഒരു ഗോൾ അടിക്കും. അതാരാ ലൂട്ടാലോ. ഒരു ഗോൾ അടിക്കാനെത്തുമ്പോ ഇറ്റാള് മാങ്ങാണ്ടി. ഇനി ഞാനൊരു ഗോൾ ചിരിക്കും. എന്നിട്ട് രണ്ടാമത്തെ കളി ഇവർ ഫുൾ പവറിൽ കളിക്കുക. എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പാസ് കൊടുക്കുക, ഇങ്ങോട്ട് പാസ് കൊടുക്കുക, അങ്ങോട്ട് പാസ് കൊടുക്കുക. എടാ നമ്മളിതല്ലേ ഇപ്പുറത്ത്. നമ്മളെന്താക്കുക, ഇങ്ങനെ വട്ടത്ത് പാസ് കൊടുക്കുക. ഇങ്ങനെ മോനെ സെറ്റ്. ഒരുത്തനും ഞാൻ ബോൾ കൊടുക്കൂല. എടാ ദീപാരം മൊണ്ണ ഇങ്ങനെ ബോള് മെല്ലനെ എടുത്തോണ്ട് പോകുന്നു. സ്പ്രിറ്റി. ഒരുത്തനും ബോൾ കിട്ടില്ല. ഫുൾ ട്രാക്കിൽ ചെയ്യുക. ഒരുത്തനും വല്ലേ പാസ് കൊടുക്ക്. മെസ്സി. എടാ മെസ്സിൻ്റെ ആയി കിട്ടിയ ബോള് പിന്നെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നല്ല, കൊടുക്കും. പക്ഷെ എന്നാലൊരു മുഖം പറഞ്ഞ വെച്ചാൽ എടാ മാറ്റി വെക്ക് മെസ്സി. നീ ഏത് ഫുട്ബോൾ കളിക്കാരനായിട്ട് എന്തോന്ന്. മെസ്സി ഗോൾ അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ. അടുത്ത ഇന്ത്യ ഗോൾ അടിക്കും. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്തൊന്നും തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അളിയാ ഒരു ഗോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പാളി. ഇന്ത്യ കംബാക്ക് അടിക്കും. ഇനി നമ്മളത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വേഴ്സസ് റൊണാൾഡോ. ഇതിൽ 1v അല്ലൂടാ, ഇതിൽ തന്നെ മെസ്സി മാൻ. മെസ്സിയടാ ബോൾ. ഉമ്മൻചാണ്ടി. എടാ ബോളെടുക്ക്. ഇവന്മാർക്ക് വലിയ കളിക്കാറിയില്ല, അതുകൊണ്ട് ലക്കാണ്. അയ്യോ, ഞാൻ അറിയാണ്ട് വരച്ചതാ. ഓക്കെ. നേരെ ഇങ്ങനെ പോയിട്ട് നേരെ വരേക്കാം. അങ്ങനെ ആവത്തില്ല ഒരിക്കലും. അതാണ് ഇതിൻ്റെ വാർട്ട്.
വാർട്ടതാണ് ഈ ഗെയിമിൽ കൊടുക്കാത്തതെന്ന് തോന്നുന്നു. ഇവന്മാർ പിന്നെ പൊട്ടന്മാരായതുകൊണ്ട് ഏതോ റോബോട്ടിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പൊട്ടന്മാരായിരിക്കുമല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നം. ഔട്ടാക്കി. എടാ ഞമ്മക്കൊരു തുറവാടാ. ഇതെന്താ ഫുൾ ഇവർക്ക് മാത്രം? എടാ ഇവർക്ക് പിന്നെ ഇവിടെ ഫുൾ ആളുകളായിരുന്നു. എന്തളി എടാ പുറത്താക്ക്. എന്നോനെ സെറ്റളി. എടാ എന്ത് എടുക്ക എടാ ലൊട്ട. എടാ പ്ലീസ്. ഓ സെറ്റ്. മെസ്സി അങ്ങോട്ടാ ഓടമാ. കളി കഴിഞ്ഞു. എന്താ ഇന്ത്യ പാവം വിസ്മിപ്പോയി. എണ്ണിയ മോനെ നമ്മൾ കളി കാണാൻ പോകുന്ന കംബാക്ക് ഇന്ത്യൻ്റെ കംബാക്ക്. എടാ അടിച്ചു പോയോടെ. ഗെയിം അടിച്ചു പോയിന്ന് തോന്നട്ടെ. ഇതും ബാക്കാവും. ഇന്ത്യ വേഴ്സസ് റൊണാൾഡോ. ഇതാണ് കിട്ടിപ്പോയി. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ റൊണാൾഡോ തന്നെയാണ് നോക്കുന്നത്. റൊണാൾഡോ ഒരു ഇന്ത്യൻ്റെ കംബാക്കാണ്. ഇജാതി കംബാക്ക് ആയിരിക്കും ഇന്ത്യയുടെ. എന്താ ആലോചിക്കുമ്പോൾ തന്നെ സത്യം. ഇതല്ല നോർത്ത് അമേരിക്ക അല്ല സൗത്ത് അമേരിക്ക തന്നെയാണ്. പോർച്ചുഗലുള്ള ബ്രസീൽ പിന്നെ ഏഷ്യ ഒക്കെ നോക്ക്. ഇതിലും അല്ലേ ഇനി ഇത് ഏടെ പോയി കിടക്കുന്നേ? റൊണാൾഡോനെ കാണുന്നില്ല. പോർച്ചുഗൽ എവിടെയാ? പോർച്ചുഗൽ ഏട്രാ പോർച്ചുഗലി? അതാ പോർച്ചുഗലൊന്നും ഇല്ലേ. നോർത്ത് അമേരിക്കയിലും ഇല്ല. ഇയാളെ രാജ്യം ഇതേടെ പോയി കിടക്കുന്നതാണ്. സൗത്ത് അമേരിക്ക. എടാ ഇതിലും നോക്കിയതാ. ഇതിലും ആരും ഇല്ല. ഇനി എന്തെങ്കിലും നോക്കണ്ട. എടി ഇയാളെ രാജ്യം ഇതേടെ പോയി കിടക്കുന്നു. ഇയാളെ രാജ്യം ഗെയിമിലില്ലേ? കണ്ടില്ല. ഇതന്നെ ഓക്കെ. ഇന്ത്യൻ്റെ കംബാക്ക് ആകണം. കംബാക്ക് എൻ്റെ ഫേവറേറ്റ് കളറും അത് തന്നെയാണ്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റാണ്. റെഡും എൻ്റെ ഫേവറേറ്റാണ്, ബ്ലൂ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ തുടങ്ങാം. ഇന്ത്യൻ്റെ കംബാക്ക്. ഹാഫ് ടൈമിനൊന്നും നിങ്ങൾ കൂട്ടണ്ടേ. കളി തുടങ്ങിയിരിക്കുന്നു. കളി തുടങ്ങിയാടൊന്നും മൂഞ്ചല്ലേ. ഇന്ത്യ പിന്നെ പണ്ടേ പവറാ. എൻട്രി എന്നാ പോയിട്ട് എൻട്രി ആക്ക്. ഏശാൻ്റെ മൂട് പോയി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാവുന്നതാണ്. ബൈ. അപ്പം എല്ലാവർക്കും ബൈ.